3 അവാർഡ്സ് കിട്ടി. മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് എനിക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു 2022-ല്. ഹായ് ഹലോ, എൻ്റെ പേര് അതിഥി ശിവകുമാർ. ഞാനിപ്പോൾ ഇടുക്കി കട്ടപ്പനയിലാണ് താമസിക്കുന്നത്. ഞാനിപ്പോൾ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞാനൊരു ചൈൽഡ് ആർട്ടിസ്റ്റാണ്. ഞാനിപ്പോൾ 8 മൂവീസ് കംപ്ലീറ്റ് ചെയ്തു. എനിക്കിപ്പോൾ 3 അവാർഡ്സ് കിട്ടി. നമ്മുടെ JC ഡാനിയൽ ഫിലിം അവാർഡും റോഷ്നി ഇൻ്റർനാഷണൽ ഫിലിം അവാർഡും കേരള വിഷൻ ഫിലിം അവാർഡിനും ഒക്കെ മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് എനിക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു 2022-ല്. ഞാൻ നിയോഗം എന്ന് പറയുന്ന മൂവി മാമുക്കായ ഒപ്പയുടെ കൂടെയായിരുന്നു അഭിനയിച്ചത്. അതിലൊരു ത്രൂ ഔട്ട് ക്യാരക്ടർ തന്നെയാണ് ഞാൻ ചെയ്തത്. അതിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഫാമിലിയും എൻ്റെ അമ്മയും ചേച്ചിമാരുമായിട്ട് ഞങ്ങൾ 4 പേരായിട്ട് ഡാൻസ് കളിച്ച് അങ്ങനെ വൈറലായ ഒരു ഫാമിലിയാണ്. അപ്പം ഞങ്ങളുടെ പല പലവരും ഇൻ്റർവ്യൂസൊക്കെ കാണുന്നവർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഒരു മ്യൂസിക് ഡയറക്ടറാണ് നമ്മളെ കോൾ ചെയ്തത്. കൊച്ചിനിങ്ങനെ ഒരു അവസരമുണ്ട്, ഒരു പാർട്ടിസിൽ അഭിനയിക്കാൻ അവസരമുണ്ടെന്ന് പറഞ്ഞ് കോൾ ചെയ്തു. അപ്പോൾ നമ്മൾ ഓക്കെ, സിനിമയിൽ അഭിനയിക്കാനല്ലേ എൻ്റെ കുഞ്ഞിലോട്ടുള്ള ആഗ്രഹമായിരുന്നു. ഞാൻ കുഞ്ഞായിരുന്നു അന്നേരം. ഓക്കെ എന്ന് പറഞ്ഞു. നമ്മൾ ഓക്കെ പറഞ്ഞ് അവർ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവള് നന്നായിട്ട് സംസാരിക്കുമല്ലോ, എന്നാൽ പിന്നെ പാട്ട് സീൻ നമുക്ക് എക്സ്പാൻഡ് ചെയ്തൊരു ത്രൂ ഔട്ട് ക്യാരക്ടർ ആക്കിയേക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ തന്നെ മാമുക്കോയ സാറിൻ്റെ കൂടെ എനിക്ക് ചെയ്യാൻ പറ്റി. അത് എൻ്റെ ലൈഫിൽ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അതിൻ്റെ കൂടെ എനിക്ക് അവാർഡ്സും ആ മൂവിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് റോഷ്നി ഇൻ്റർനാഷണൽ ഫിലിം അവാർഡാണ് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ കിട്ടിയത്. ഞാൻ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്ന ഒരു ടൈമിൽ ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് കലിമലർ എന്ന് പറയുന്ന എൻ്റെ ഷോർട്ട് ഫിലിമിനാണ് കിട്ടിയത്. ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലാണ് എനിക്ക് റോഷ്നി ഇൻ്റർനാഷണൽ ഫിലിം അവാർഡ് കിട്ടിയത്. അതിൽ എനിക്ക് മികച്ച ബാലതാരത്തിനുള്ള അവാർഡായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് 2021-ല്. അത് കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം ഞാൻ നിയോഗം അവാർഡിന് കിട്ടുന്നതിന് ശേഷം എനിക്ക് നമ്മളൊരു ന്യൂസ് അറിയുകയുണ്ടായി. JC ഡാനിയൽ ഫിലിം അവാർഡ് മികച്ച ബാലതാരത്തിനുള്ള 2022-ലെയും എനിക്കായിരുന്നു. അത് കഴിഞ്ഞ് 2022-ലെ തന്നെ കേരള വിഷൻ ഫിലിം അവാർഡും മികച്ച ബാലതാരത്തിനുള്ളത് എനിക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു മൂവിക്ക് 2 അവാർഡും പിന്നെ ഒരു ഷോർട്ട് ഫിലിമിന് 1 അവാർഡുമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ടോട്ടലി 3 അവാർഡ്സാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ഞാൻ ഡാൻസ് കളിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ എൻ്റെ ഫാമിലിയായിട്ട് എനിക്ക് ഡാൻസിൻ്റെ ഒരു ഇതുണ്ട്. ബട്ട് കുഞ്ഞിലേന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അത്രയും ഡാൻസ് കളിക്കത്തില്ലായിരുന്നു. ഒരു 2nd സ്റ്റാൻഡേർഡ് വരെ. അത് കഴിഞ്ഞാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഡാൻസ് കളിക്കാൻ തുടങ്ങിയതും അങ്ങനെ ഡാൻസിലോട്ട് ഞാൻ അങ്ങോട്ട് വന്നതും. പിന്നെ അത് ക്ലാസിക്കൽ എന്നുള്ള രീതിയിൽ എൻ്റെ രണ്ടാമത്തെ ചേച്ചി ക്ലാസിക്കൽ ഡാൻസർ ആയതുകൊണ്ട് എന്നാൽ പിന്നെ ഇവളെയും ക്ലാസിക്കൽ ഡാൻസിലോട്ട് വിട്ടേക്കാം എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 3ാം ക്ലാസ്സിൽ ക്ലാസിക്കൽ ഡാൻസ് അടവ് എടുക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ എൻ്റെ 3ാം ക്ലാസ്സിൽ ഞാൻ ഡാൻസായിട്ട് കലോത്സവങ്ങൾക്ക് കയറി തുടങ്ങി. അങ്ങനെ ഞാൻ ഒരു ക്ലാസിക്കൽ ഡാൻസറാണ്. നമ്മുടെ കട്ടപ്പനയിലുള്ള ചിദംബരം ഡാൻസ് സ്കൂളിലാണ് ഞാൻ ഡാൻസ് പഠിക്കുന്നത്. ഞാൻ അവിടുത്തെ ഡോക്ടർ കുമാർ സാറിൻ്റെ ശിഷ്യയാണ്. പുതിയ പ്രൊജക്റ്റുകൾ ഇപ്പോൾ 2 മൂവി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടും നല്ല നല്ല ക്യാരക്ടേഴ്സ് തന്നെ ചെയ്യുന്ന ആൾക്കാർ തന്നെ ചെയ്യുന്ന ആക്ടേഴ്സൊക്കെ തന്നെ ചെയ്യുന്ന ഒരു മൂവി തന്നെയാണ് 2 മൂവീസും. അപ്പം ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉടനെ ഷൂട്ടിങ് കാണും. അപ്പോൾ അതിൻ്റെയൊക്കെ ഷെഡ്യൂളായിട്ട് ഇനി നോക്കണം. മാത്രമല്ല ഇപ്പോൾ സ്കൂളൊക്കെ ഇപ്പോൾ എനിക്ക് പരീക്ഷയൊക്കെ ഓൺഗോയിങ് ആയിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഷെഡ്യൂൾ ഇച്ചിരി മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ ഉടനെ അതിൻ്റെയൊക്കെ ഷൂട്ട് തുടങ്ങുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഒരു മൂവി, പിന്നെ ദയാഭാരതി എന്ന് പറയുന്ന മൂവി അപ്പാനി ശരത് സാറിൻ്റെയും നേഹ സക്സേന മാഡത്തിൻ്റെ ഒക്കെ കൂടെ ചെയ്ത മൂവി ഉടനെ റിലീസാവാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ റിലീസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫാമിലി എൻ്റെ വീട്ടിൽ 5 പേരാണുള്ളത്. ഞാൻ ഒഴികെ എൻ്റെ 4 പേര്, എൻ്റെ അച്ഛനും അമ്മയും പിന്നെ മൂത്ത 2 ചേച്ചിമാരും. പിന്നെ എനിക്ക് ഫാമിലിയുടെ അടുത്തു നിന്ന് തന്നെ നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത്. കാരണം എൻ്റെ ഫാമിലിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞാനിപ്പോൾ എന്ത് ചെയ്താലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഫാമിലിയാണ് എൻ്റേത്. ഇങ്ങനെ ഇപ്പോൾ എല്ലാത്തിനും എക്സെപ്ഷൻ ഒന്നുമില്ല. നീ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെയൊന്നുമില്ല. ഇപ്പം നിനക്കിഷ്ടമാണോ, നിനക്കത് ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ, ചെയ്തോ എന്ന് പറയുന്ന ഫാമിലിയാണ് എനിക്കുള്ളത്. സോ പിന്നെ എൻ്റെ സിനിമയ്ക്കാണെങ്കിൽ പോലും എൻ്റെ അച്ഛനാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ നാളെ രാവിലെ ഇപ്പോൾ പാലക്കാട് ചെല്ലണം ഇവിടെ നിന്ന് പറഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് വെളുപ്പിനെയാണെങ്കിലും പോയേക്കാം എന്ന് പറയുന്ന ഒരു അച്ഛനാണ്. സോ അമ്മയാണെങ്കിലും എനിക്ക് ഫിലിമിന് വരുമ്പോൾ ഹെയറും എൻ്റെ ഡ്രസ്സിങ്ങും എല്ലാം ചെയ്യുന്ന അമ്മയാണ്. അപ്പോൾ കോസ്റ്റ്യൂം നമ്മൾ ഫിലിമിൽ നിന്ന് മേടിക്കാറില്ല, നമ്മൾ അമ്മ തന്നെ ഡിസൈനർ ആയതുകൊണ്ട് അമ്മ ചെയ്തുതരും. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ടുണ്ട്. പിന്നെ ചേച്ചിമാരെന്ന് പറഞ്ഞാൽ എന്നെക്കാളും നല്ല മൂത്ത ചേച്ചിമാരാണ്. 15 വയസ്സും 10 വയസ്സിൻ്റെ ഡിഫറൻസ് ഉള്ള ചേച്ചിമാരാണ്. അപ്പോൾ അവരാണെങ്കിലും കുഞ്ഞെനീത്തെന്നുള്ള രീതിയിൽ നല്ല സപ്പോർട്ടുണ്ട്. ഫാമിലിയുടെ സൈഡിൽ നിന്ന് തന്നെ എനിക്ക് നല്ലൊരു സപ്പോർട്ടാണ് കിട്ടുന്നത്.
സിനിമ സെറ്റിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിലുള്ളതുപോലെ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്യാറുള്ളത്. കാരണം സിനിമ സെറ്റിലൊക്കെ പോകുമ്പോൾ ഞാൻ കൂടുതലും ചില സമയത്ത് നമുക്ക് ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത്, ഷെഡ്യൂൾ ഇല്ലാത്ത സമയത്ത് ഓടിപ്പോയി ആർട്ടുകാരോടാണെങ്കിലും നമ്മുടെ ക്യാമറയുടെ പിന്നിലുള്ള ഒത്തിരി പേരുണ്ടല്ലോ, ആർട്ടുകാരൊക്കെ ആണെങ്കിലും ഞാൻ എപ്പോഴും പോയി കൂട്ടുകൂടുന്ന അവരോടൊക്കെയാണ്, ആർട്ടുകാരോടും നമ്മുടെ ക്യാമറ അസിസ്റ്റൻസിനോടൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സിനിമ സെറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, പേടി പോലെയോ അങ്ങനെ എന്തോ ഒന്നുമില്ല. കാരണം എല്ലാവരെയും നമുക്കറിയാം, എല്ലാവരും കൂട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞായതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് കൂട്ടും കൂടും. അപ്പോൾ അങ്ങനെ എൻ്റെ സിനിമ സെറ്റ് എന്ന് പറയുന്നത് എനിക്ക് വീട് പോലെ തന്നെയാണ്. മാത്രമല്ല എന്നെ അങ്ങനെ എല്ലാവരും പെട്ടെന്ന് അതിഥി, പെട്ടെന്ന് വാ എന്ന് പറയാം. അങ്ങനെയാണെങ്കിലും അവരെന്നെ അതിഥി എന്നല്ലാതെ വിളിക്കുന്ന, അവർ എന്നോട് എന്തായാലും നിക് നെയിം ഒക്കെ ഇട്ട് വിളിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും എനിക്കൊരു ഹോം തന്നെയാണ് അവിടെ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ സിനിമ സെറ്റ് വലിയ പ്രശ്നമൊന്നും തോന്നാറില്ല. അപ്പോൾ പിന്നെ എന്താ പറയുക, സിനിമ സെറ്റിൽ എൻ്റെ അങ്ങനെ ഫസ്റ്റ് മൂവിയിലാണെങ്കിൽ പോലും എനിക്ക് വലിയ ടെൻഷനൊന്നും തോന്നിയില്ല. കാരണം അതും നമ്മുടെ സിനിമയിലെ എല്ലാ ആൾക്കാരും നമ്മുടെ ക്രൂ മെമ്പേഴ്സ് തന്നെയാണ്. അവരെയൊക്കെ എപ്പോഴും കൂട്ടുകൂടി പേടിക്കൊന്നും വേണ്ട, ഫസ്റ്റ് ടൈമല്ലേ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ എല്ലാവരും സിനിമ സെറ്റ് എനിക്ക് നല്ല ടെൻഷൻ ഇല്ലാത്തൊരു ഏരിയ ആക്കി തന്നു. പിന്നെ ഫസ്റ്റ് മൂവിനെ പറ്റി പറയുമ്പോൾ തന്നെ ഫസ്റ്റ് മൂവി എൻ്റെ സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഇത് എങ്ങനെ ഞാൻ സ്പീച്ച്ലെസ് ആണ്. അതെങ്ങനെ പറയണമെന്ന് തന്നെ എനിക്കറിയില്ല. കാരണം എനിക്ക് കുഞ്ഞിലെ തൊട്ടേ സിനിമയൊക്കെ കാണുമ്പോഴും എനിക്ക് സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. സോ സിനിമ കാണുമ്പോഴും എന്ത് കാണുമ്പോഴും എനിക്ക് ഇങ്ങനെ ആവണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് ദൈവമായിട്ട് കൊണ്ട് തന്നു. അതിലെനിക്ക് നല്ല താങ്ക്ഫുള്ളാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾ അത്രയും ആഗ്രഹിച്ച് നമുക്കൊരു ഡ്രീം സാധിക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമായിരിക്കുമല്ലോ. അങ്ങനെ എൻ്റെ മൂവി എൻ്റെ വീട്ടുകാരൊട്ട് സ്ക്രീനിൽ വന്നപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു അവാർഡ്സ് കിട്ടിയതും സ്ക്രീനിൽ വന്നതും ഒക്കെ ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. സ്കൂളിൽ ഫ്രണ്ട്സൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഷൂട്ടിംഗ് സെറ്റ് സാധാരണ ഞാൻ മേ ബി 15 ഡേയ്സിൻ്റെ ലീവ് എടുത്ത് പോയാലും ഞാൻ ചില സമയത്ത് ഒരു 1 മന്ത് കഴിഞ്ഞായിരിക്കും മേ ബി ഷൂട്ടിങ് മാറ്റിവെച്ച് അങ്ങനെ എല്ലാം വരുന്നത്. അപ്പോൾ എല്ലാവരും അതിഥി വന്നു, ഞാൻ വന്ന് കയറുമ്പോൾ അതിഥി വന്നു കേട്ടോ ഷൂട്ടിങ് കഴിഞ്ഞ് എന്നുള്ള രീതിയിലാണ്. പിന്നെ എല്ലാവരും അങ്ങ് വിശേഷം ചോദിക്കാൻ തുടങ്ങും, എടീ ഷൂട്ടിങ്ങിന് പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു. അപ്പോൾ ഞാനും നല്ല വായാടി ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ എപ്പോഴും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും എപ്പോഴും വന്ന് ചോദിക്കുന്നത്, അടി ഇനി അടുത്തെന്താ, അങ്ങനെയൊക്കെ അടുത്ത മൂവി ഏതാ, പിന്നെ അവാർഡ്സിനെ പറ്റി എല്ലാവരും എപ്പോഴും വന്ന് ചോദിക്കും. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് എല്ലാം പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഷൂട്ടിംഗ് സെറ്റിന് പോയിട്ട് ഇപ്പം നോട്ട്സിൻ്റെ കാര്യമൊക്കെ ആണെങ്കിലും അവരൊക്കെ നല്ല സപ്പോർട്ടാണ്. അത് എനിക്ക് അറിയത്തില്ലാത്ത ഭാഗമൊക്കെ പറഞ്ഞു തരുവാനാണെങ്കിലും പിന്നെ ഇതിനൊക്കെ അറിയാനായിട്ട് അവർക്കും നല്ല ക്യൂരിയോസിറ്റി ഉണ്ട്. എങ്ങനെയാണ് ഷൂട്ടിംഗ് സെറ്റിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നെ എല്ലാവരും എന്നോട് പറയുന്നൊരു കാര്യം, എടി പറ്റുവാണെങ്കിൽ ഒരു ചാൻസ് ഞങ്ങൾക്കും തരണമെന്നുള്ള ഡെയിലി ഡയലോഗ് എല്ലാവരുടെ വായിന്ന് നമുക്ക് കേൾക്കാമല്ലോ. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സും പറയാറുണ്ട്. പിന്നെ നമുക്ക് ഞാനിനിപ്പോൾ വലുതാവട്ടെ നോക്കാം ഭാവിയിൽ എനിക്ക് ആക്ച്വലി എനിക്ക് കുഞ്ഞിലെ തൊട്ടേ ഒരു ഡ്രീമേ ഉള്ളൂ. ഇപ്പം അത് ഫിലിം ഫീൽഡിലോട്ട് വന്നിട്ട് എനിക്കിപ്പോൾ ഒരു നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആവണം. അല്ലാതെ എനിക്ക് കുഞ്ഞിലെ തൊട്ട് എൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് എനിക്ക് ഒരേ ആഗ്രഹം തന്നെ, കളക്ടർ ആവണം, ഒരു IAS ഓഫീസർ ആവണം. കാരണം എല്ലായിടത്തും പോയാലും ബഹുമാനം കിട്ടുന്ന ഒരു സ്ഥാനം വേണമെന്ന് എനിക്ക് കുഞ്ഞിലെ തൊട്ടേ ഉണ്ട്. അതുകൊണ്ട് തന്നെ IAS ഓഫീസർ ആവണമെന്ന് തന്നെയാണ് കുഞ്ഞിലെ തൊട്ട് എൻ്റെ ആഗ്രഹം. അതെന്തായാലും സാധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ചേച്ചിമാരൊക്കെ ആണെങ്കിൽ പോലും അവർ കുഞ്ഞിലെ തൊട്ട് ഒരാഗ്രഹം പറഞ്ഞ് അത് അവരായി. അപ്പം ഞാനും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാലും ചേച്ചിമാർ മെഡിക്കൽ ഫീൽഡിലോട്ട് പോയതുകൊണ്ട് ഞാനും ഒരിക്കലും മെഡിക്കൽ ഫീൽഡിലോട്ട് പോകത്തില്ല എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ IAS ഓഫീസർ ആവണം, കളക്ടർ ആവണം എന്ന് ചൂസ് ചെയ്യാനും കാരണം. പിന്നെ ഒരു നല്ല ഫേമസ് ഫിലിം ആക്ട്രസ് ആവണം, എന്താ പറയുക, നമ്മളെല്ലാവരും അറിയണം. അത് ഒബ്വിയസ്ലി എല്ലാ ഫിലിമിൽ അഭിനയിക്കുന്ന എല്ലാവരുടെ ഒരു ആഗ്രഹം തന്നെയാണ്, എല്ലാവരും അറിയണം നമ്മളെ എന്നുള്ളൊരിത്. അങ്ങനെ എനിക്ക് 2 ആഗ്രഹങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് IAS ഓഫീസർ ആവാൻ തന്നെയാണ്. പ്രേക്ഷകരോടായിട്ട് എനിക്ക് പറയാനുള്ളത് എല്ലാവരും എനിക്ക് എല്ലാവരും നല്ല സപ്പോർട്ട് ഇപ്പോൾ തരുന്നുണ്ട്. എന്നെ സറൗണ്ടിങ്സിൽ നിന്നാണെങ്കിലും ഇപ്പോൾ പുറത്തുനിന്നാണെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ടും ഒത്തിരി പേര് എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ തരുന്ന സപ്പോർട്ട് തന്നെ ഇനിയും എനിക്ക് വേണം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ നിലയിലെങ്കിലും എത്തി നിൽക്കുന്നത്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഉയരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് അതാണ് എനിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയണം. ആൻഡ് ഓൾസോ പ്രാർത്ഥിക്കണം, ഇങ്ങനെ എന്താ പറയുക, നിങ്ങളുടെ പ്രൈസിൽ എന്നെ ഉൾപ്പെടുത്തുക.
എന്താ എനിക്ക് ഇപ്പോൾ ഈ ഞാൻ നിൽക്കുന്ന നിലയിനേക്കാൾ ഇച്ചിരി കൂടെ വളരുമെന്നൊന്നും ഭയങ്കര മീൻസ് ഒരു ഫേമസ് ഫിലിം ആക്ട്രസ് ആവണമെന്ന് നല്ല ആഗ്രഹമാണ്. സോ നിങ്ങളുടെ സപ്പോർട്ടും വേണം, നിങ്ങളുടെ പ്രേസിൽ എന്നെ ഉൾപ്പെടുത്തുക. ദാറ്റ്സ് ഇറ്റ്.